ഹലോ നമസ്കാരം. ഈ കാണുന്ന ഇത്ര ഭംഗിയുള്ള ഈ ബീച്ച് എവിടെയാണെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? ഈ തമിഴ്നാട്ടിലാണുള്ളത്. ചെന്നൈയിൽ നിന്ന് ഒരു 2 മണിക്കൂർ ട്രാവൽ ചെയ്താൽ നമുക്കിവിടെ എത്താൻ പറ്റും. ഇന്നത്തെ യാത്ര അങ്ങോട്ടേക്കാണ്. ഞങ്ങൾ രാവിലെ ഒരു 7 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്തത്. ഔട്ടർ റിംഗ് റോഡ് വഴിയാണ് ഞങ്ങൾ പോയത്. സൈഡിലത്തെ വ്യൂ ഒക്കെ നല്ല അടിപൊളിയായിരുന്നു. അതുപോലെ റോഡ് നല്ല സൂപ്പർ ആയിരുന്നു. നല്ല സ്മൂത്ത് ആയിട്ടുള്ള റോഡ്, അധികം തിരക്കും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ട്രാവൽ നല്ല രസമായിരുന്നു. ഇപ്പൊ നിങ്ങൾക്ക് മുന്നോട്ട് നോക്കിയാൽ ഇത് കാണാം, ഇത് മഞ്ഞാണ്. ഞങ്ങൾ ആദ്യം വിചാരിച്ചു ഇനിയിപ്പോൾ വല്ല പുകയാണോ നോക്കി, അത് കഴിഞ്ഞിട്ട് ഇത് മഞ്ഞാന്ന് മനസ്സിലായി. 7 മണിക്ക് ഇത്ര മഞ്ഞുണ്ടായിരുന്നു അവിടെയൊക്കെ. ആന്ധ്ര ബോർഡറിലേക്കാണ് നമ്മൾ പോകുന്നത്. മീഞ്ചൂരൊക്കെ കഴിഞ്ഞിട്ട് വേണം പോവാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ടുള്ള റോഡൊക്കെ കുറച്ച് മോശമൊക്കെ ആയിരുന്നു. വില്ലേജസിലോട്ടൊക്കെ എത്തുമ്പോൾ അത്ര നല്ല റോഡൊന്നും ആയിരുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും എങ്ങോട്ടാ പോകുന്നതെന്ന്. ഞങ്ങൾ പോകുന്നത് പഴവേർക്കാട്ടിലോട്ടാണ്. ഞങ്ങൾ പോകുന്നത് പുലിക്കാട്ട് ലേക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങളുടെ എയിം എന്ന് പറയുന്നത് ഇപ്പൊ മൈഗ്രേറ്ററി ബേർഡ്സിന്റെ സീസൺ ആണ്. സോ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. മെയിൻ ആയിട്ട് ഫ്ലെമിംഗോസ് ആണ് ഞങ്ങൾക്ക് കാണേണ്ടിയിരുന്നത്. അത് കണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് വീഡിയോയുടെ അവസാനം കാണാം. പുലിക്കാട്ട് ലേക്കിന്റെ മേജർ പോർഷൻ ആന്ധ്രാപ്രദേശിലാണ്, കുറച്ച് മാത്രമേ തമിഴ്നാട്ടിലുള്ളൂ. ഇതൊരു വാട്ടർ ലഗൂൺ ആണ്, അതായത് ഇതൊരു സോൾട്ട് വാട്ടർ ലേക്ക് ആണ്. ഇത് സിയു ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നത് ശ്രീഹരിക്കോട്ടയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അതൊരു സ്പേസ് സെന്റർ ഉണ്ട് അവിടെ. ഇത് സെക്കൻഡ് ലാർജസ്റ്റ് വാട്ടർ ലഗൂൺ ആണ്. നവംബർ തുടങ്ങി മാർച്ച് വരെയാണ് ഇവിടെ മൈഗ്രേറ്ററി ബേർഡ്സിന്റെ സീസണ്. നമുക്ക് ആ സമയത്ത് വരുവാണെങ്കിൽ ധാരാളം ബേർഡ്സിനെയൊക്കെ കാണാൻ പറ്റും. ഇവിടെ നമ്മൾ ബോട്ടിങ്ങിന് പോകേണ്ടത് ഫിഷർമെന്റെ ബോട്ടിലാണ്. ഗവൺമെന്റിന്റെ ബോട്ടിംഗ് ഫെസിലിറ്റി ഒന്നും ഇവിടെ ഇല്ല. മോസ്റ്റ്ലി അവിടെ ഉള്ളത് ചെറിയ ബോട്ടാണ്. ഒത്തിരി പേരൊന്നും അതിൽ ട്രാവൽ ചെയ്യുന്ന അത്ര സേഫ് ആയിട്ട് തോന്നിയില്ല. ഞങ്ങൾ 3 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വെള്ളത്തിന് അധികം ആഴം ഉള്ളതായിട്ട് തോന്നിയില്ല. പല സൈഡിലൊക്കെ ആഴം ഉണ്ടെന്നാണ് അവർ ബോട്ട് ഓടിച്ച ആള് പറഞ്ഞത്. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും, ഇത് എരുമയൊക്കെ നടന്നു പോകുന്നത്, ബേർഡ്സ് ഒക്കെ അവിടെ നിൽക്കുന്നത് പോലത്തെ ഒക്കെയാണ് നമുക്ക് കാണുന്നത്. അതുകൊണ്ട് ആ സ്ഥലങ്ങളിലൊന്നും അധികം ആഴമൊന്നുമില്ല, പക്ഷെ ചില സ്ഥലങ്ങളിൽ നല്ല ആഴമുണ്ട്. നമ്മൾ ലൈഫ് ജാക്കറ്റ് ആവശ്യപ്പെട്ട് അവർ കൊണ്ടുതരും. ഞങ്ങൾ ലൈഫ് ജാക്കറ്റ് വേണമെന്ന് പറഞ്ഞായിരുന്നു, അതുകൊണ്ട് അവരത് കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പോയപ്പോൾ വേറെ ആൾക്കാർ പോകുന്നുണ്ടായിരുന്നു, അവരാരും ലൈഫ് ജാക്കറ്റ് ഇട്ടില്ല. ഞങ്ങളുടെ കൂടെ 3.5 വയസ്സായിട്ടുള്ള മോനും ഉണ്ടായിരുന്നു. പക്ഷെ അവന് ഈ ബോട്ട് യാത്ര അത്ര ഇഷ്ടപ്പെട്ടില്ല. കാരണം ബോട്ടിന്റെ എഞ്ചിന്റെ സൗണ്ട് ഒത്തിരി അധികമായിരുന്നു. അത് അവന് ഭയങ്കര ഡിസ്റ്റർബിംഗ് ആയിരുന്നു. സോ അതുകൊണ്ട് അവനത് അത്ര ഇഷ്ടപ്പെട്ടൊന്നുമില്ല. പക്ഷെ അതുപോലെ തന്നെ നമ്മൾക്ക് ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളൊന്ന് റെസ്റ്റ് റൂം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ നടന്നു. കഴിഞ്ഞ അവസാനം അവിടെയുള്ള ഒരു ചർച്ചിലാണ് പോയത്. അതും അത്ര നല്ലതൊന്നും ആയിരുന്നില്ല. അതുകൊണ്ട് അതിനുവേണ്ടി ഞങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടി. സോ നിങ്ങൾ വരുമ്പോൾ അതൊക്കെ മനസ്സിൽ കണ്ടിട്ട് വേണം ഇങ്ങോട്ട് വരാൻ. ഫുഡൊക്കെ ആവശ്യത്തിനൊക്കെ നമ്മുടെ കയ്യിൽ കരുതണം. നിങ്ങൾ വരുമ്പോൾ രാവിലെ തന്നെ ഇവിടെ എത്താൻ വേണ്ടി ശ്രമിക്കണം. അതായത് ഒരു 7 മണി 8 മണിക്കൊക്കെ നമ്മൾ പുലിക്കാട്ടിലെത്തണം. അപ്പോഴാണ് നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ ഒത്തിരി കൂടുതൽ ബേർഡ്സ് രാവിലെ ഉണ്ടാകും. ഞങ്ങൾ പെലിക്കണിനെ കണ്ടു, പെയിന്റർ സ്റ്റോർക്കിനെ കണ്ടു, അതുപോലെ ഐബിസ്, അങ്ങനെ കുറച്ച് ബേർഡ്സിനെ ഒക്കെ കണ്ടു. പിന്നെ ബാക്കി ബേർഡ്സിനെ ഒന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. ഫ്ലെമിംഗോസിനെ കാണാൻ പോയി, ഞങ്ങൾക്ക് അതിനെ കാണാൻ പറ്റിയില്ല. കാരണം ഫ്ലെമിംഗോസ് ഇതുവരെ വന്നില്ല എന്നാണ് ബോട്ടിലെ ചേട്ടൻ പറഞ്ഞത്. അത് ചിലപ്പോൾ ഇനിയിപ്പോൾ അടുത്ത മാസമൊക്കെ ആകുമായിരിക്കും വരാനായിട്ട്. അപ്പൊ വേണമെങ്കിൽ ഞാൻ വിളിച്ച് പറയാന്നൊക്കെ പറഞ്ഞു. അത് ഞങ്ങൾക്ക് കുറച്ചൊരു വിഷമമായിരുന്നു. പക്ഷെ എന്നാലും സാരമില്ല, ഈ ജേർണി നല്ല സൂപ്പർ ആയിരുന്നു. വെള്ളത്തിൽ കൂടെയുള്ള ഏകദേശം ഒരു 3/4 മണിക്കൂറോളം ട്രാവൽ ചെയ്ത് കഴിയുമ്പോൾ അവർ നമ്മളെ ഒരു ഐലൻഡിൽ കൊണ്ടുപോയി വിടും. അതിന്റെ പേര് എനിക്കറിയത്തില്ല. അവിടെ കൊണ്ടുപോയി ഇറക്കും. ഞങ്ങൾക്ക് ഐലൻഡിൽ പോകണം എന്നുള്ള ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. ചേട്ടൻ പറഞ്ഞു നല്ല നല്ല സ്ഥലമാണ്, നിങ്ങൾ ഒരു പ്രാവശ്യം പോയി നോക്കുന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഐലൻഡിൽ കൊണ്ടുപോയി ഇറക്കി കഴിഞ്ഞപ്പോഴായിരുന്നു ആ വ്യൂ ഭയങ്കര അടിപൊളിയായിരുന്നു. ഒരിക്കലും നമ്മൾ വിചാരിക്കാത്ത ഒരു വ്യൂ ആയിരുന്നു ഞങ്ങൾക്ക് അവിടെ കിട്ടിയത്. നമ്മൾ വേറെ ഏതോ ലോകത്തിൽ നിൽക്കുന്ന പോലെയൊക്കെ തോന്നി. അതുപോലെ നല്ല ക്ലിയർ വാട്ടർ ആയിരുന്നു. ഞങ്ങൾ ചെല്ലുമ്പോൾ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ഒരു ഫാമിലിയും കൂടെ വന്നു. നമുക്ക് അവിടെ എത്ര നേരം വേണേലും സ്പെൻഡ് ചെയ്യാം. അത്രയും നല്ല ഭംഗിയുള്ള സ്ഥലമാണത്. ഞങ്ങൾക്ക് ആ ചേട്ടൻ ഞങ്ങൾക്ക് ഒരു ടെന്റൊക്കെ കെട്ടി തന്നു. അതുകൊണ്ട് കുറച്ച് വെയിലടിക്കാൻ നമുക്ക് കുറച്ച് സമയമൊക്കെ അതിന്റെ അടിയിൽ ഇരിക്കാൻ പറ്റി. ഞാൻ ഇതൊക്കെ എൻ്റെ ഫോണിലാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവും എന്നറിയത്തില്ല. പക്ഷെ അത് പോയി കണ്ടു കഴിയുമ്പോഴാണ് അതിന്റെ ഒരു ഭംഗി നമുക്ക് മനസ്സിലാവത്തുള്ളൂ. എങ്ങനെയാണെങ്കിലും ഒരു 1 ടൈം ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ്. കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. തിരിച്ചു വന്നപ്പോഴാണ് ഞങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു പണി കിട്ടിയത്. കാരണം ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഒരു 12:30 ആയി. അപ്പോഴത്തേക്കും നല്ല വെയിലായിരുന്നു. ബോട്ടിൽ ഇരിക്കാൻ അങ്ങനെ ഒരു അത്ര ഫെസിലിറ്റി ഒന്നുമില്ല. നമ്മളൊരു ചെറിയ പലകയുടെ മുകളിലാണ് ഇരിക്കുന്നത്. തിരിച്ചു വരുമ്പോൾ അധികം കാറ്റും ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ കയ്യിൽ കുടയുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ കുറച്ചൊക്കെ ഒന്ന് എസ്കേപ്പ് ആയി എന്ന് പറയാം. പക്ഷെ നല്ല വെയിലായിരുന്നു. നല്ല ടയർഡായി ഞങ്ങൾ തിരിച്ചു വന്നപ്പോഴത്തേക്ക്. ഒരു 3/4 മണിക്കൂർ ട്രാവൽ ഉണ്ട്. അതുപോലെ ഐലൻഡിൽ നൈറ്റ് സ്റ്റേ ഉണ്ട്. പക്ഷെ ജെന്റ്സ് മാത്രമാണ് അവിടെ വരാറുള്ളത്. ബട്ട് ഇതൊന്നും ഗവൺമെന്റിന്റെ ഒരു സപ്പോർട്ടോടെ ചെയ്യുന്നതൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ വരുമ്പോൾ നമ്മളെ സേഫ് ആയിട്ട് ട്രാവൽ ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം തന്നെയാണ്. അത് അധികം വെള്ളത്തിലൊന്നും ഇറങ്ങാതെ സൈഡിൽ കൂടെയൊക്കെ നിന്ന് കണ്ടിട്ടൊക്കെ തിരിച്ചു വരണം. വെള്ളത്തിലൊന്നും ഇറങ്ങാതെ മാക്സിമം ശ്രമിക്കണം. പുലിക്കാട്ട് ഹിസ്റ്റോറിക്കലി കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ്. പണ്ടത്തെ ഒരു പോർട്ട് ഉണ്ടായിരുന്നു ഇവിടെ ഡച്ച് ഫോർട്ട് ഒക്കെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ ചുറ്റി കാണാവുന്നതാണ്. ഞങ്ങൾക്ക് തിരിച്ചുള്ള ബോട്ട് ജേർണി ടയേർഡ് ആയിരുന്നത് കൊണ്ട് ഞങ്ങൾ അവിടെ ടൈം സ്പെൻഡ് ചെയ്തില്ല. ഞങ്ങൾ വേഗം തന്നെ തിരിച്ച് ചെന്നൈക്ക് പോകും.